കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് എന്തൊക്കെ ചികിത്സകളാണ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. കൂടുതലായിട്ടും ഈ ഡെലിവറി കഴിഞ്ഞ് ഉള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. ഡെലിവറി കഴിയുന്നതോടുകൂടി താഴത്തെ മസിൽസ്, യോനി ഭാഗത്തെ മസിൽസും പെൽവിക് ഫ്ലോർ മസിൽസ് ഒക്കെ ലൂസ് ആവുന്നു. അതായത് ആ ബേബി ഇറങ്ങി വരുന്നതിന്റെ ഭാഗമായിട്ട് താഴത്തെ മസിൽസ് ഒക്കെ ലൂസ് ആവുന്നുണ്ട്. അപ്പോ ആ ഒരു മസിൽസ് ലാക്സ് ആവുന്നതോടൊപ്പം തന്നെ മൂത്രസഞ്ചിയും അതിന്റെ കൂടെ തന്നെ താഴ്ന്നു വരും. അതുപോലെ വജേന ഒന്ന് ലാക്സ് ആവും. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണം പേഷ്യൻസിന് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ അപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. അതായത് മൂത്രം പോകുന്ന അറിയാതെ മൂത്രം പോകുന്ന പ്രശ്നം ഉണ്ടാവും. അത് കൂടാതെ ഭാവിയിൽ അവർക്ക് ഈ മാസക്കുളി നിൽക്കുന്നതോടുകൂടെയുള്ള പ്രശ്നങ്ങൾ, അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ നമ്മൾ എനർജി ബേസ്ഡ് ഡിവൈസസ് ആയ ഹൈഫു ആൻഡ് ഹൈഫം യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഹൈഫു മെഷീൻ. ഹൈഫു മെഷീൻ എന്ന് വെച്ചാൽ ഹൈ ഇന്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ വജേനയുടെ ഉള്ളിൽ ഈ പ്രോബ് കൊണ്ട് വജേനയുടെ ഉള്ളിൽ 360 ഡിഗ്രീസിൽ ഈ അൾട്രാസൗണ്ട് റേസിനെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെയുള്ള കൊളാജൻ ടിഷ്യൂ കുറച്ച് റീജുവനേറ്റ് ആവും. അതുപോലെ തന്നെ അവിടേക്കുള്ള രക്തോട്ടം കുറച്ച് കൂടുന്നു. അതുപോലെ താഴത്തെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആവുന്നു. താഴത്തെ മസിൽ ഇൻ ദ സെൻസ് വജേനയുടെ ഉള്ളിലുള്ള സ്മോൾ ആയിട്ടുള്ള കനം കുറഞ്ഞ മസിൽസ് ഒക്കെ ശക്തി വെക്കുന്നു. അതുപോലെ ഹൈഫം ചെയർ ഉണ്ട്, മാഗ്നറ്റിക് ചെയർ. അതിലിരിക്കുന്നതോടുകൂടി താഴെ നമ്മൾ വജേന ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ സപ്പോർട്ട് ചെയ്യുന്ന പെൽവിക് ഫ്ലോർ മസിൽസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ മസിൽസ് ഈ ലാക്സ് ആയതിനെ ടൈറ്റായി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഹൈഫം ചെയർ സഹായിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് മെഷീൻസിന്റെയും കൂടെ യൂസേജോട് കൂടി താഴത്തെ മസിൽസ് സ്ട്രോങ് ആവുകയും പോസ്റ്റ് ഡെലിവറി പേഷ്യൻസിന് ഉണ്ടാവുന്ന സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്, അതായത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഉണ്ടാവുന്ന മൂത്രവാർച്ചയും, അതുപോലെ തന്നെ പോസ്റ്റ് ഡെലിവറി സെക്ഷൽ പ്രോബ്ലംസ്, അതായത് ലാക്സ് വജേന കൊണ്ട് പാർട്ട്നേഴ്സിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ലാക്സ് ആവുമ്പോൾ സെക്ഷൽ പ്രഷർ അനുഭവിക്കുന്നത് കുറയുന്നത് ഒന്ന് കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് മാത്രമല്ല വേറെ PRP എന്ന് പറയുന്ന ഒരു ചികിത്സാ സമ്പ്രദായമുണ്ട്. അത് പേഷ്യന്റിന്റെ മേത്ത് തന്നെ ബ്ലഡ് എടുത്ത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വളരെ സിമ്പിൾ ആയി വജേനയില് ആന്റീരിയർ വോളിലുള്ള 2 സ്പോട്ടിൽ ഇഞ്ചെക്ട് ചെയ്യുന്നതോടുകൂടി അവിടേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നു. അതുകൂടാതെ അവിടെയുള്ള ടിഷ്യൂസ് കൊളാജൻ വർദ്ധിക്കുന്നു. അതുപോലെ ആ സെൻഷ്വൽ ആയിട്ടുള്ള സ്പോട്ടുകളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് ഓർഗാസം എത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും സെക്ഷൽ പ്ലഷർ നന്നായി അനുഭവിക്കുന്നതിനും സഹായിക്കുന്നു. അപ്പൊ ഈ രണ്ട് ചികിത്സകൾ നമുക്ക് ഈ പോസ്റ്റ് ഡെലിവറി ആയിട്ടുള്ള ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു പ്രശ്നം അവർ അനുഭവിക്കുന്നത് എന്താ വെച്ചാല് അബ്ഡമൽ മസിൽസ് ലാക്സ് ആവും. ഈ പ്രഗ്നൻസി സമയത്ത് യൂട്രസ് സ്ട്രെച്ച് ആവുന്നതോടൊപ്പം കൂടെ മസിൽസ് എല്ലാം ഒന്ന് ലാക്സ് ആവും. അപ്പോൾ ഡെലിവറി കഴിയുമ്പോൾ എല്ലാവരും വയറ് തൂങ്ങി കിടക്കുക, അബ്ഡമൻ കൂടി വരുന്നു, ഇത് തിരിച്ചാവുന്നില്ല എന്നുള്ളതൊക്കെ കുറെ കംപ്ലൈന്റ്സ് ആണ്. അപ്പോ എക്സർസൈസ് ചെയ്ത് മസിൽസ് ടൈറ്റ് ആയാൽ മാത്രമേ ഈ പറയുന്ന വയറ് തൂങ്ങി കിടക്കുന്ന വയറൊക്കെ ഒന്ന് പഴയ പോലെ ആയി കിട്ടുകയുള്ളൂ. പക്ഷേ എല്ലാവരുടെയും വിചാരം ഒരു ബൈൻഡർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വയറങ്ങ് ആലിലെ വയറ് പോലെ ആവുമെന്നാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ശരിയാവില്ല. മസിൽസ് എക്സർസൈസ് ചെയ്ത് ടൈറ്റ് ആക്കുക തന്നെ വേണം. നമുക്ക് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എംസ്കൾപ്റ്റ് വഴി അബ്ഡമൽ പാഡ് വെച്ച് മാഗ്നറ്റിക് റേസ് കൊടുത്തുകൊണ്ട് ആ മസിൽസിനെ ടൈറ്റ് ആക്കുന്ന ചികിത്സ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പരിധി വരെ ഈ ലാക്സ് ആയ അബ്ഡമൽ മസിൽസിനെ കറക്റ്റ് ചെയ്യുന്നതിന് നമുക്ക് സഹായിക്കുന്നതാണ്.